കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്ത അത്രയും ചൂടാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത്. മെയ് മാസത്തിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. പതിവില്ലാത്ത രീതിയിൽ കേരളം ഇങ്ങനെ ചുട്ടുപൊള്ളാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരമാണ് എൽ നിനോ. ഈ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് കൂടാൻ കാരണമെന്നാണ് നിഗമനം. എന്താണ് എൽ നിനോ? സ്പാനിഷ് ഭാഷയിൽ ചെറിയ കുട്ടി എന്ന് അർത്ഥമാക്കുന്ന പദമാണ് എൽ നിനോ. 2 മുതൽ 7 വർഷങ്ങളുടെ ഇടവേളയിൽ പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. ഇത് പ്രകാരം പസഫിക്കിലെ മധ്യഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി ഒരു നിശ്ചിത പ്രദേശത്ത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ അസാധാരണമായ ചൂട് രൂപപ്പെടും. തെക്കേ അമേരിക്കയുടെ പസഫിക് തീരത്ത് നിന്ന് ഗാലപ്പാഗോസ് ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗം വരെയാണ് ഈ പ്രതിഭാസം കാണുക. എൽ നിനോയുടെ നേർവിപരീതമായുള്ള പ്രതിഭാസമാണ് ലാനിന. ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സഞ്ചരിക്കുന്ന വായുപ്രവാഹത്തിൻ്റെ വേഗത കുറയുകയും ചൂടുവെള്ളം കിഴക്കോട്ട് തള്ളിമാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് എൽ നിനോ പ്രതിഭാസത്തിന് കാരണം. ഇതിൻ്റെ ഫലമായി മധ്യരേഖ പസഫിക്കിലെ സമുദ്രോപരിതലത്തിലെ താപനില ശരാശരിയേക്കാൾ കൂടുതലായി കാണപ്പെടും. പ്രവചിക്കാൻ കഴിയാത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് എൽ നിനോ കാരണം ഭൂമിയിലുണ്ടാവുക. 1983 സംഭവിച്ച എൽ നിനോ ഇഫക്റ്റ് ഇന്തോനേഷ്യയിൽ കടുത്ത ക്ഷാമത്തിനും ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്കും തന്നെ കാരണമായിരുന്നു. ഓസ്ട്രേലിയയിലെ കാട്ടുതീയും കാലിഫോർണിയയിലെ കൊടുങ്കാറ്റുകളും പേമാരിയും പെറൂവിയൻ തീരങ്ങളിലെ ആൻകവി മത്സ്യത്തിൻ്റെ ഉന്മൂലനാശവും എൽ നിനോ പ്രതിഭാസത്തിൻ്റെ അനന്തരഫലങ്ങളായിരുന്നു. 1982-83 കാലയളവിനുള്ളിൽ എൽ നിനോ പ്രതിഭാസം കൊണ്ടുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രം ഭൂമുഖത്താകെ 2000-ൽ പരം ആളുകൾ മരിക്കുകയും $1200 കോടി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 1997-98 കാലയളവിലുണ്ടായ എൽ നിനോ പ്രതിഭാസം കുറെ കൂടി ഭീകരമായിരുന്നു. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ ഒന്നാകെ വെള്ളപ്പൊക്കം വിഴുങ്ങാൻ ഇത് കാരണമായി. കൊടുങ്കാറ്റുകൾ ചൈനയെ യുദ്ധക്കളമാക്കി. ആസ്ട്രിയ വരണ്ടുണങ്ങി. തെക്കുകിഴക്കൻ ഏഷ്യയും ബ്രസീലും കാട്ടുതീയുടെ വന്യത അനുഭവിച്ചു. ഇന്തോനേഷ്യ 40 വർഷങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും തീവ്രമായ വരൾച്ചയും ക്ഷാമവും നേരിട്ടു. മെക്സിക്കൻ നഗരങ്ങൾ 100 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി മഞ്ഞ് മൂടിക്കിടന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരം തടസ്സപ്പെട്ടു. ക്രമം തെറ്റിയ കാലാവസ്ഥയ്ക്കും മേഘസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന പേമാരിക്കും അത് കാരണമായിരുന്നു. എൽ നിനോ പ്രതിഭാസത്താൽ ആഗോള കാലാവസ്ഥ വരെ തകിടം മറിയും. വരണ്ട പ്രദേശങ്ങളിൽ ശൈത്യവും പേമാരിയും അനുഭവപ്പെടും. സാധാരണഗതിയിൽ മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ വരൾച്ചാ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. പസഫിക്കിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഹരശേഷി വർദ്ധിക്കുകയും ക്രമേണ കാട്ടുതീയും വരൾച്ചയും ശക്തി പ്രാപിക്കുന്നതും ഇത് കാരണമാണ്. കനത്ത മഴയും ചുഴലിക്കാറ്റും വിതയ്ക്കുന്ന ദുരിതങ്ങൾക്ക് പുറമെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വൻതോതിലുള്ള വിളനാശത്തിനും കൃഷിയുടെ താളം തെറ്റലിനും എൽ നിനോ വഴിവെക്കുമെന്നതാണ് സത്യം. ഇത് കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ലോകതലത്തിൽ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. എൽ നിനോ പ്രതിഭാസം ഇന്ത്യയിലെ കാലാവസ്ഥയെയും ബാധിക്കാറുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് പഠനങ്ങളിൽ പറയുന്നത് രാജ്യത്ത് കഴിഞ്ഞ 132 വർഷത്തിനിടെയുണ്ടായ കഠിനമായ വരൾച്ചാക്കാലത്തെല്ലാം എൽ നിനോ ശക്തി ആർജിച്ചിരുന്നു എന്നതാണ്. ഈ പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിൻ്റെയും താളം തെറ്റിക്കാൻ ശക്തിയുള്ളതാണ് എന്നതാണ് മറ്റൊരു കാര്യം. എൽ നിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ മിക്ക ജില്ലകളിലും ശരാശരി 30 ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില. മാർച്ചിലോ ഏപ്രിലിലോ അനുഭവപ്പെടേണ്ട ചൂടാണ് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടായിരുന്നത്. എല്ലാ മേഖലകളിലും അത് പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എൽ നിനോ എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലാകെ ഫെബ്രുവരിയിൽ തന്നെ മുഴുവൻ ചൂട് കൂടിയത്. എൽ നിനോ എഫക്റ്റും അതിൻ്റെ ഭാഗമായി അതിമർദ്ദ മേഖല രൂപപ്പെട്ടതും കാരണം പെൻസുലാർ ഇന്ത്യയുടെ മുകൾ ഭാഗത്തും കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലുമാണ് ഏറ്റവും ചൂട് പിടിച്ച് കിടക്കുന്നത്. ശരാശരിയേക്കാളും 1.5 ഡിഗ്രി കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള തണുത്ത കാറ്റിൻ്റെ വരവെല്ലാം ഫെബ്രുവരിയിൽ കുറവായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ കേരളമാകെ ചുട്ടുപൊള്ളുന്നത്. ഇപ്രാവശ്യം പാലക്കാടിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് തീരപ്രദേശങ്ങളിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സൂര്യനിൽ നിന്ന് നേരിട്ടുള്ള ചൂട്, അതായത് സൂര്യൻ വടക്കോട്ട് പോകുന്നതനുസരിച്ചാണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ഭാഗങ്ങളിൽ ചൂട് കൂടുന്നത്. അങ്ങനെയാണത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഫെബ്രുവരിയിൽ അന്തരീക്ഷക്കാറ്റിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായാണ് താപനിലയിൽ വർധനവുണ്ടായത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ചൂട് കൂടാൻ തന്നെയാണ് സാധ്യത.
അതിനാൽ തന്നെ പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഏതായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.